നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡും അതേപോലെ തന്നെ പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നെയ്യ് നല്ല പോലെ മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നല്ല മധുരമുള്ള പഴം നോക്കി എടുക്കാം കേട്ടോ. ഇനി ഈ നെയ്യിലിട്ടിട്ട് നമ്മൾ ഈ പഴം നല്ല പോലെ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നെയ്യിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പഴം റെഡിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് നമുക്ക് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം ഇങ്ങനെ ഏലക്ക പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ റിയൽ ഫ്ലേവർ കിട്ടുന്നത്. അതുകൊണ്ടാണ് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരിവ് എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് മതി. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഒരു 5 ബ്രെഡൊക്കെ ആണെങ്കിൽ ഈ ഞാൻ പറയുന്ന ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ മുക്കി പൊരിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ബ്രെഡ് അളവ് കൂടുതലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 മുട്ട വരെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിന് ഞാനിപ്പോൾ പശുവും പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് എൻ്റെ 4 വശം ബ്രൗൺ കളറിലുള്ള 4 വശവും നല്ലപോലെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അതെടുക്കാം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ബ്രെഡ് ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തി എടുക്കുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടിരുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. എന്നിട്ട് ഈ ഇതേപോലത്തെ ഒരു കോലെടുത്തിട്ട്, അതായത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല പോലെ ഇതങ്ങ് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഈ ബ്രെഡ് അങ്ങ് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ബ്രെഡ്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ നല്ല പോലെ അങ്ങ് പരത്തിയെടുക്കാം. അപ്പോഴാണ് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഫില്ലിങ് വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സിയിൽ നിന്ന് കുറച്ച് പോർഷൻ ഒന്ന് ബ്രഷിൽ എടുത്തിട്ട് നമ്മുടെ ഈ ബ്രെഡിലേക്ക് 2 സൈഡിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് അത് ബ്രെഡ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റോൾ ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടു പോവാതെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാവരും നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫില്ലിങ് ഇച്ചിരി കൂടുതലുള്ളത് ഉണ്ടായിരുന്നത് കാരണം ഞാൻ 2-3 ബ്രെഡും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാവരും കൂടി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും.
എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ തവ ചൂടാക്കാം. അത് തവ നല്ല പോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഇതിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയിട്ട് വേണ്ട നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഞാൻ പറഞ്ഞായിരുന്നു ഫില്ലിങ് കുറച്ച് കൂടുതലുള്ളത് കാരണം ഞാൻ ബ്രെഡ് കുറച്ച് കൂട്ടിയെടുത്തായിരുന്നു എന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു മുട്ടയും കൂടി നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. അതല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഇതേപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ നമ്മൾ ബ്രെഡ് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് എല്ലാ ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ തവയിലേക്ക് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് എന്തോരം എടുക്കണോ, ഞാൻ പറഞ്ഞല്ലോ ഒരു 5 ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. അപ്പോൾ ബ്രെഡ് കൂടുതലുണ്ടായിരുന്ന ഫില്ലിങ് കൂടുതലുണ്ടായിരുന്ന ഞാൻ ബ്രെഡ് കൂടുതലെടുത്ത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുട്ടയുടെ മിക്സ് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് തിരിച്ചു മറിച്ചിടാം നമുക്ക്. എന്നിട്ട് 2 വശവും നല്ല പോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരയ്ക്കും നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പതുക്കെ നമുക്കിത് 2 വശവും ഇങ്ങനെ മറിച്ചിട്ടിട്ട് നല്ലപോലെ 2 വശം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടിയിടണ്ട, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് 2 സൈഡും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കിത് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ജസ്റ്റ് ഒന്ന് ടോസ്റ്റ്, നമ്മൾ സാധാരണ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ എടുത്താൽ മതിയാകും. കാരണം എല്ലാനും വെന്തിരിക്കുന്ന സാധനങ്ങളാണ്, ഉള്ളിലെ ഫില്ലിങ് എല്ലാനായിട്ടും. അപ്പോൾ 2 വശം ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവട്ടെ. കണ്ടില്ലേ, ഇപ്പം കളറൊക്കെ 2 വശം മാറി വന്നിട്ടുണ്ട്. നല്ല കാണാനും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഞാൻ എല്ലാ ബ്രെഡും ഇതേപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ തരികളോട് കൂടിയ പഞ്ചസാരയാണ് കേട്ടോ. അത് ഇതേപോലെ ഒന്ന് ബ്രെഡിലൊന്ന് കവർ ചെയ്തെടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാരയിൽ ഞാൻ എല്ലാ ബ്രെഡും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രെഡും അതേപോലെ തന്നെ പഴം വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഞാനൊരു ബ്രെഡ് എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഉള്ളിൽ നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ട് ഇത് കൂടെ ബ്രെഡും പഴം കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.